ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ലക്കിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൻ ഷിറ്റ്സു ബേബിയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ വളർത്താൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇവർക്ക് ഒരുപാട് ഹെയർ ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് ഹെയർ ഒരുപാട് കൊഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് ഇട്ട് വളർത്താനായിട്ട് പറ്റും. അത് നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ഇവർക്ക് കൊടുക്കേണ്ട ഫുഡും പ്രോപ്പറായിട്ടുള്ള വാക്സിനൊക്കെ എടുത്താൽ ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇവനിപ്പോൾ 45 ഡേയ്സ് കഴിഞ്ഞു. ഇവന് വാക്സിൻ എടുക്കാനുള്ള ഡേറ്റ് ആയി, ഇവരേക്കുള്ള ഗുളിക കൊടുക്കാനുള്ള ഡേറ്റും ഒക്കെ ആയി. അതൊക്കെ ഇനി നമുക്ക് ചെയ്യണം. ഫസ്റ്റ് വാക്സിൻ 45 ഡേയ്സിലും സെക്കൻഡ് വാക്സിൻ 60 ഡേയ്സ് ആകുമ്പോഴും പിന്നെ തേർഡ് വാക്സിൻ 90 ഡേയ്സിലുമാണ് കൊടുക്കാനുള്ളത്. പിന്നെ എല്ലാ ഇയറും 2 വാക്സിൻ അല്ലാതെ ഇവർക്ക് എക്സ്ട്രാ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കൊടുത്താൽ ഇവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞായിട്ട് വളരും. ഇവർക്ക് ഒരുപാട് ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഫുഡ് മതിയാവും. പിന്നെ ഇവര് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോഗ് ഇനമാണ്. ഇത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല. ഗാർഡ് ഡോഗേ അല്ല ഇവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. കൺമണിക്ക് ബർത്ത്ഡേക്ക് ഒരു പെറ്റ് ഡോഗിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി, പൊമേറിയനൊക്കെയാണ് നോക്കിയത്. പക്ഷെ അവർ ഇടയ്ക്കൊക്കെ അഗ്രസീവ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്കൂടെ മാനേജ് ചെയ്യാൻ കണക്കിനുള്ള ഒരു ഡോഗ് നോക്കിയപ്പോൾ ഇവരാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. കാരണം ഇവനെ ഇപ്പോൾ കുളിപ്പിക്കുന്നതൊക്കെ കൺമണിയാണ്. കാരണം ഇവരുടെ കയ്യിൽ നല്ലതായിട്ട് ഇരിക്കും, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അങ്ങനെ. പിന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴായാലും ഇവരെ ഒരുപാടിട്ട് അടിക്കാതെയൊക്കെ ഇരിക്കുക. അതായത് അവർ ഓരോ കാര്യങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഇവർക്ക് ട്രീറ്റ് കൊടുക്കണം. അപ്പോൾ അവർ ഞാൻ ചെയ്തത് നല്ലതാണ് അങ്ങനത്തെ ഉള്ളൊരു ഇത് അവർക്ക് ആ ഒരു ചിന്തയുണ്ടാവും. നമ്മളിവരെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവർക്ക് ആ ദേഷ്യവും വാശിയും ഒക്കെയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർക്കൊന്നും നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമ്മളിവരെ കുറച്ച് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവൻ ഭയങ്കര പിണക്കമാണ്. അതായത് ഇവനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മിണ്ടാതെ പോയി ഇങ്ങനെ ഒരിടത്തിരിക്കും അങ്ങനെ. അതായത് കുഞ്ഞു കുട്ടികളുടെ അതേ നേച്ചറാണ് ഇവനുള്ളത്. അപ്പോൾ ഇവൻ്റെ ഓരോ ക്യാരക്ടർ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഓരോ ഡോഗും ഓരോ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് അവരടുത്ത് പെരുമാറുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ഡോഗിനെയൊക്കെ എടുത്ത് വളർത്താൻ ആഗ്രഹമുള്ളവരോട് പറയാനുള്ളത്, അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് മേടിച്ച് കൊടുക്കാതിരിക്കുമോ കുഞ്ഞുങ്ങൾക്കൊക്കെ. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവരെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഡോഗിനെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ചിലർ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒരു പെറ്റിനെ മേടിക്കും. പിന്നെ ഇവർക്ക് ഹെയർ ഒക്കെ വളർന്ന് ഇവർക്ക് വലുതാകുമ്പോൾ പിന്നെ ഇവർക്ക് അതിനോട് ഇഷ്ടം കാണത്തില്ല. അപ്പോൾ ഇവരെവിടെയെങ്കിലും കൊണ്ട് അതിനെ ഉപേക്ഷിക്കുകയാണ് പതിവ് ചിലരൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളൊരു ഡോഗിനെ മേടിച്ചാൽ അതിനെ പൂർണ്ണമായിട്ടും നോക്കാനായിട്ട് പറ്റുമെങ്കിൽ മാത്രം അതിനെ മേടിക്കുക. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ ഇവരൊന്ന് ഉറങ്ങി എണീറ്റിട്ട് പുറത്ത് ആക്കണം. അപ്പോൾ ആക്കുന്ന സ്ഥലത്തായിരിക്കും ഇവർ പിന്നെ ഗ്രാജുവലി അവർ പോയി അവിടെ യൂറിൻ പാസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും ഇവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ യൂറിൻ പാസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് പോലെ ഇരിക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലാണ് കുളിപ്പിക്കാനുള്ളത്. പക്ഷേ ഞാൻ ഇവരെ 3 ദിവസമൊക്കെ കൂടുമ്പോഴേക്കും ഞങ്ങൾ കുളിപ്പിക്കാറുണ്ട്. കാരണം ഇവനെ വീടിനകത്താണ് ഇട്ടിട്ട് വളർത്തുന്നത്. ഇവന് വേണ്ടിയിട്ട് ഞാൻ വീടിനകത്ത് തന്നെ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വീട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വരുവാണെങ്കിൽ ചിലർക്കൊന്നും ഈ ഡോഗ്സിനെ ഒന്നും ഇഷ്ടാവത്തില്ല. ഇവരൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് ആയതുകൊണ്ട് ആരെ കണ്ടാലും പെട്ടെന്ന് ഓടിപ്പോവാറുണ്ട്. അപ്പോൾ അതിനെ പെട്ടെന്ന് നമുക്ക് ആ കൂട്ടിലോട്ട് ആക്കാനായിട്ട് പറ്റും. പിന്നെ ഇവർ കാണുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം വെള്ളവും ഫുഡും ഒക്കെ വെച്ചേക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഫുഡും കൊടുക്കാൻ പറ്റത്തില്ല. അതായത് അവക്കാഡോ, ഗ്രേപ്സ്, വെളുത്തുള്ളി ഇട്ട ഫുഡ്, പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊക്കെ ഇവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഓറഞ്ച് ഐറ്റംസ്, ചോക്ലേറ്റ്, പിന്നെ കോഫി ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒന്നും ഇവർക്ക് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരുപാട് ചോറ് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല ഇവര്. ലക്കി രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു സെർലാക്കാണ് ഞാൻ കൊടുക്കാറ്. അതായത് 6 മന്ത് ബേബിയുടെയാണ്. അപ്പോൾ അതായത് ഫുഡൊന്നും ഉണ്ടാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ അവന് പറ്റത്തില്ല, അത്രയും നല്ല വിശപ്പായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കും. അപ്പോൾ വിശപ്പാണെങ്കിൽ അവൻ മുഴുവനും കുടിക്കും. അങ്ങനെയാണ്. പിന്നെ ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ ചെറിയൊരു ചിക്കൻ്റെ പീസ് എടുത്ത് ഉപ്പിടാതെ മഞ്ഞപ്പൊടിയിട്ട് വേവിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കും. അല്ലാത്ത ദിവസം, ചിക്കൻ കൊടുക്കാത്ത ദിവസം മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, മത്തൻ ഇത്രയും കൂടെ ഇട്ട് ഉപ്പിടാതെ തന്നെ ഇങ്ങനെ അവിച്ച് ഇങ്ങനെ ചെറുതായിട്ട്, അതായത്
ലിക്വിഡ് രൂപത്തിൽ കൊടുക്കും. ഇതെല്ലാം ഒരു ദിവസം കൊടുക്കണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതനുസരിച്ച് കൊടുക്കും. ചില ദിവസം ഞാൻ മത്തൻ മാത്രം ഇട്ട് അവിച്ച് കൊടുക്കുന്ന ദിവസവും ഉണ്ട്. അത് ഇഷ്ടമാണ്, അവന് കഴിക്കാറുണ്ട്. പിന്നെ ഈ കുളിപ്പിക്കുന്നത് ഈ ഒരു വെൽവെറ്റിൻ്റെ സോപ്പ് വെച്ചിട്ടാണ്. ഇത് അവരുടെ മുടി നല്ല ഷൈനിങ് ആയിട്ട് തോന്നും. ഇതാണ് അവന് കൊടുക്കുന്ന വിരയ്ക്കുള്ള മരുന്ന്. പിന്നെ എപ്പോഴും ഞാൻ മിക്കപ്പോഴും കൊടുക്കുന്ന റോയൽ കാനിൻ്റെ ഈ ഒരു ഫുഡാണ് കൊടുക്കുന്നത്. അത് 1-2 മന്ത്സിൻ്റെയാണ്. അത് മാർക്കറ്റിൽ വേറെയും ഒരുപാട് കമ്പനിയുടെ ഡോഗ് ഫുഡുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ റോയൽ കാനിനാണ്. ലക്കിയുടെ ഫസ്റ്റ് കുളിയാണ് ഇത്. ജിയയാണ് ലക്കി ആദ്യമായിട്ട് എങ്ങനെയാണ് കുളിപ്പിക്കാന്നുള്ളതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം ജിയ ഇതിൽ എക്സ്പെർട്ടാണ്. ജിയയുടെ ഇക്കുമോനെ കുളിപ്പിച്ചിട്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്കിനെ സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ. God bless you. Bye.